ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡ് വർക്കായിട്ടാണ് കേട്ടോ. ബീഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട്, എന്നാലും മെയിനായിട്ടും നമുക്ക് ത്രെഡ് വർക്കാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിത് ഒരു പ്രത്യേകിച്ച് ഒരു നെക്കിൻ്റെ താഴേക്കോ അല്ലെങ്കിൽ യോഗൻ്റെ താഴേക്കോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോർഷൻ വരുന്ന രീതിക്ക് അങ്ങ് വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, ആ ഒരു ഡിസൈനർ പാറ്റേൺ മാത്രമാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതുപോലെ നല്ല ഗ്യാപ്പിൽ ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കണം ആദ്യമേ. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മുടെ ഹൂപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഈ ലൈൻസുകൾ തമ്മിൽ അത്യാവശ്യം നല്ല ഒരു ഗ്യാപ്പ് തന്നെ വേണം, അപ്പോഴായിരിക്കും അതിനൊരു കൂടുതലൊരു ഭംഗി വരുന്നത്. അടുത്തടുത്തിരുന്നാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഓരോ ലൈൻസും ക്രോസ് ചെയ്ത് വീണ്ടും വരയ്ക്കുകയാണ്. നമുക്ക് ഓരോ ഡയമണ്ട് ഷേപ്പ് പോലെയാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു തമ്പനെയിൽ പിക്ചർ കണ്ടില്ലേ, അപ്പോൾ അതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്ര ഭാഗത്തേക്കാണോ നമുക്ക് വേണ്ടത് അത്രയും ഭാഗത്തേക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മെയിനായിട്ടും ഇതിനകത്ത് വരുന്ന മാർക്കിംഗ് ഇതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ജോയിൻറ്റുകളിലും ഇതുപോലെ ഈ ഒരു ജോയിൻറ്റ് വരുന്നില്ലേ, ഇതുപോലെ ഓരോ ജോയിൻറ്റുകളിലും നമുക്കൊന്ന് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് ആ ഒരു വലിപ്പത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒന്നുകൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റൗണ്ടുകളുള്ള സ്റ്റെൻസിൽ കിട്ടും, അതുകൊണ്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ജോയിൻറ്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം, അതായത് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുള്ളിലാണ് നമ്മുടെ ഫ്ലവർ വരുന്നത്. നമ്മളിവിടെ ബുള്ളി നോട്ടിട്ടാണ് ഫ്ലവർ ചെയ്യാനായിട്ട് പോണത്. അപ്പം അത് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീഫും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ലൈറ്റ് കളർ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാൻ പെൻസിലോട് വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ പെൻസിൽ കൊണ്ടൊന്നും വരച്ചേക്കരുത്, മാഞ്ഞു പോകാൻ പാടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവറിന് ചുറ്റും 3 കോളങ്ങളിലായിട്ട് ലീഫ് വരച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ 2 വരച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ലീഫ് വരയ്ക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ആ ഒരു ലൈൻസും അതുപോലെ റൗണ്ടുകളും വരുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ലീഫും കൂടെ വരുന്നുള്ളൂ ഇതിനകത്ത്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ബീഡ്സ് വർക്ക് വരുന്നത് നമ്മുടെ ആ ഒരു ലൈൻസ് ഫില്ല് ചെയ്തെടുക്കാനാണ് കേട്ടോ. അവിടെ നമ്മൾ ഗോൾഡൻ കളറിലുള്ള ഗ്ലാസ് ബീഡ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ടും ത്രെഡ് വേണം. അപ്പോൾ ഞാനൊരു റെഡ് ഷെയ്ഡും പിങ്ക് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡുമാണ് എടുത്തേക്കുന്നത്. നമ്മൾ ആ ഒരു തമ്പനയിൽ പിക്ചറിൽ കണ്ട പോലെ തന്നെയാണ് ചെയ്യണം കേട്ടോ. പിന്നെ ത്രെഡിന് വേണ്ടിയിട്ടുള്ള നോർമൽ നീഡിൽ നമ്പർ 6ഉം അതുപോലെ ബീഡ്സിന് വേണ്ടിയിട്ടുള്ള നോർമൽ നീഡിൽ നമ്പർ 12ഉം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ട നീഡിലുകൾ. ഇനിയിപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ സെൻറ്ററിലേക്കായിട്ട് ഞാനിപ്പോൾ റെഡ് കളറിൽ ഇതൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ബുള്ളിയനോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സെൻറ്ററിൽ ഇതേമാതിരി ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബുള്ളിയനോട്ട് ചെയ്യണത് ഇതേപോലെയാണ്. നമ്മൾ എവിടെയാണോ കുത്തിയെടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ കുത്തി താഴ്ത്തി ഇതുപോലെ പൊക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സൂചിയിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 10 തവണ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ എണ്ണം വരുന്നത് കേട്ടോ. അതിനുശേഷം ആ നൂലിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ സൂചി ഒന്ന് കറക്കി പൊക്കിയെടുക്കണം കേട്ടോ. ആദ്യമേയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും, പിന്നെ ചെയ്ത് നിങ്ങൾക്കത് എളുപ്പമായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് വലിച്ച് ഈ ഒരു നോട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചെയ്യുമ്പോൾ കറക്റ്റ് പെർഫെക്ഷനൊന്നും കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു സെൻറ്ററിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിതിന് ചുറ്റും ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 3 അല്ലെങ്കിൽ 4 എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു രീതിക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും നമ്മൾ ബുള്ളിയൻ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൂചി കുത്തി എടുക്കുന്നിടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സൂചി കുത്തി താഴെക്കൂടെ കയറ്റി നമ്മളിതുപോലെ പൊക്കിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതൊന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ കണ്ട് വേണം ഇത് പഠിക്കാനായിട്ട്, അതുപോലെ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. നമ്മൾ ഓരോ തവണ ചെയ്താലേ ഇത് പഠിക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കി നല്ല ഫെയർ ക്ലോത്തിലേക്കൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു സെൻറ്ററിൽ വരുന്നതാണ് ഇതുപോലെ റെഡ് കളറിൽ കൊടുക്കുന്നത്. പിന്നെ ഔട്ടർ ലെയറിലേക്കാണ് നമുക്ക് ആ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ ഒരു ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള വർക്ക് കാണാനായിട്ട്. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ എടുത്ത് തന്നെ പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാം. നമുക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന കുർത്തീസിലെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. പറഞ്ഞ പോലെ ഇതുപോലെ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ക്ലോത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് കളർ കൊണ്ടുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പിങ്ക് ഷെയ്ഡ് കൊണ്ട് ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ 10 തവണ തന്നെയാണ് ഇത് ട്വിസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഔട്ടർ ലെയറായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒറ്റ ലെയറേ നമ്മൾ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആദ്യമേ ഫ്ലവർ ചെയ്തതിന് ശേഷം ആ ഒരു ബീഡ്സ് വർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. കാരണം നമ്മൾ കറക്റ്റ് ആ വരച്ചു കൊടുക്കുന്ന റൗണ്ടിനുള്ളിൽ തന്നെ നിൽക്കണമെന്നില്ല. ചിലപ്പം പുറത്തേക്ക് പോകും, ചിലപ്പം കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ അതേ തൊട്ടിട്ട് വേണം ആ ഒരു ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട്. ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് പതിയെ സൂചി ലൂസാക്കി വലിച്ച് ഇതുപോലെ പൊക്കിയെടുക്കണം. എന്നിട്ട് നൂല് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബുള്ളിയൻ നോട്ട് ഇടുന്നത്. നമ്മൾ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ, അതായത് സിംഗിളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബേസിക് എംബ്രോയ്ഡറി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ. അതുകൊണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ ആദ്യം അതായത് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും. കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്ലവർ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഔട്ടർ ലെയറിലേക്ക് ലീഫ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ലീഫ് വരച്ച് കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ് പെൻസിലാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതൊരു അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. ഞാനിപ്പോൾ ബ്ലൂ കളറാണ് എടുത്തേക്കണത്. കാരണം നമ്മൾ ലൈറ്റ് ക്ലോത്തിലാണ് വരയ്ക്കുന്നത്. ഇതിൽ നമ്മൾ വെള്ളം കൊണ്ട് വരച്ചാൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലൂ കളറാണ് എടുത്തേക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയാണ് ലീഫ് വരുന്നത്. ഞാനിപ്പോൾ 3 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇനി നമ്മൾ ആദ്യമേ ഫസ്റ്റ് ലീഫ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ചിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദം, ഏത് ലീഫാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു ലീഫ് ഫിഷ് ബോൺ സ്റ്റിച്ചിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒരു ഫ്ലൈയിങ് സ്റ്റിച്ചിലൂടെ ഒരു ലീഫ് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ലീഫാണോ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ലീഫ് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു ലൈൻസ് ഒന്നും ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ഒരു ബുള്ളിയൻ നോട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സമയം വേണ്ടി വരും. അത് തീർച്ചയാണ്, അതേ ഉള്ളൂ. പക്ഷേ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു വർക്കാണ്. എന്തായാലും കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ഔട്ട്ലുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആ ഒരു മെനക്കെട്ടതിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പരും ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ അടുത്തത് ഇതുപോലെ ഫ്ലൈയിങ് സ്റ്റിച്ചിൽ ലീഫ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ കുത്തിയെടുത്തപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നില്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ തന്നെ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്യുന്നുണ്ട്, അതും കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്ലൈയിങ് സ്റ്റിച്ചിൽ ചെയ്യുന്നത്. ഫ്ലൈയിങ് സ്റ്റിച്ചിൽ ആ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കത് എന്ത് തന്നെയാണെങ്കിലും കമൻസ് ആയിട്ട് അറിയിക്കാം. എൻ്റെ വീഡിയോസിലൊന്നും ഞാൻ കമൻറ്റ് വന്ന് കാണുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. എന്നാലേ എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കമൻറ്റ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലീസിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഗ്യാപ്പ് വന്നിടം കൂടെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. നമ്മുടെ ത്രെഡിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ ഫ്ലവറുകളും ലീഫുകളും ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ ഇപ്പം നമുക്ക് ആ ഒരു ലൈൻസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നമുക്കൊന്നും അറിയാനില്ല. ബാക്ക് സ്റ്റിച്ചിൽ ആ ഒരു കട്ട് ബീഡ്സ് അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാവും. നമ്മൾ ബീഡ്സ് വർക്കിനകത്ത് എല്ലാം കാണിക്കുന്നതാണ് ആ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്ക്. അതൊന്ന് അതുപോലെ ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ ബീഡ്സ് വർക്കായിട്ട് വരുന്നത്. അപ്പം ഞാനത് നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുമ്പം ഫ്ലവേഴ്സ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ആ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പുകൾ മാത്രം കട്ട് ബീഡ്സ് കൊണ്ട് ഫില്ല് ചെയ്യുക കേട്ടോ. ഞാനിപ്പം തുടങ്ങിയപ്പം ആ ഒരു കോർണറിൽ നിന്ന് തുടങ്ങി അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്ലവേഴ്സ് മാത്രം ആദ്യമേ ഫില്ല് ചെയ്തെടുക്കുക. അതിന് ശേഷം ആ ഗ്യാപ്പ് വരുന്നേരം മാത്രം ഈ ലൈൻസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.